ചെറിയ തർക്കത്തിന്റെ പേരിലല്ലേ അന്ന് കൊലപാതകങ്ങൾ നടന്നിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയല്ലേ. കഴിഞ്ഞ ദിവസം ഇപ്പൊ 3 ആളെ വെട്ടിയത് എന്തിനാ? ഒരു കൂട്ടർ ജയിച്ചു, മറ്റേ കൂട്ടർ ജയിച്ചു. സ്വാഭാവികല്ലേ? വെട്ടിയില്ലേ? റെഡിയല്ലേ? ഇതിനല്ലേ മുമ്പുണ്ടായിരുന്നു. ചെന്തയിൽ അടിണ്ടായിട്ട് ഒരു കൂട്ടർ ജയിച്ചു, മറ്റേ കൂട്ടർ തോറ്റു. അപ്പൊ തോറ്റ കൂട്ടർ പിന്നെ വന്ന് പ്രതികാരം വീട്ടി മറ്റേ വെട്ടി. ജാഹിലിയ കാലത്ത് ചേർത്ത് വായിച്ചാൽ മതി അങ്ങോട്ട്. എന്തെല്ലാമാണ് സഹോദരങ്ങളെ. മനസ്സ് തുറന്നിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? നാട്ടിൽ നിന്ന് അങ്ങനെ പോകുന്ന ഒരാളെ വിളിച്ചിട്ട് നാട്ടിലെ ഖത്തീബോ ഉസ്താദോ ചോദ്യം ചെയ്താൽ കൂടെ പോയ പെണ്ണുങ്ങൾ ഭീഷണി മുഴക്കുകയാണ്. ഞങ്ങളെ കാശ് കൊണ്ട് വണ്ടി വിളിച്ചല്ലേ ഉസ്താദെ ഞങ്ങൾ പോയത്, നിങ്ങൾ എന്തിനാണത് പ്രസംഗിക്കുന്നത്, നിങ്ങൾ ആരാത് പറയാൻ ഏൽപ്പിച്ചത്, മിഹ്റാബിൽ ഇമാമത്തങ്ങ് നിന്നാ പോരെ, അത് അതിനെക്കാളും വലിയ ഗഫലത്താണ് പറയുന്നത്. സത്യം പറഞ്ഞു കൊടുക്കുമ്പോ ചോദ്യം ചെയ്യുക, അംഗീകരിക്കാനുള്ള മനസ്ഥിതിയില്ല. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ആർക്ക് അംഗീകരിക്കാൻ കഴിയും? സ്വന്തം മക്കൾ പോകുമ്പോ ബാപ്പക്ക് തടയാനുള്ള ഗഡ്സ് ഉണ്ടോ? ആരെ കൂടെ മോനെ പോകുന്നത്, എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ വൈകുന്നേരം വരെ വന്നിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മകനും മരുമകളും ഇറങ്ങുമ്പോ ഇയാള് വടിയായി പോയി. ഇയാൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു കുത്തിവെച്ച വടിയെ പോലെ, നാട്ടിവെച്ചൊരു കുന്തത്തെ പോലെ. എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും നിർദ്ദേശിക്കാൻ കഴിയുന്നുണ്ടോ? കൂടുതൽ നിർദ്ദേശിക്കുമ്പോ പറയുന്നു, പോക്സോ എന്ന് പറയുന്നൊരു വിഷയമുണ്ട്, പോക്സോന്റെ കേസ് കൊടുക്കും, നിങ്ങൾ എന്റെ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പാപ്പ പറഞ്ഞു, ഞാൻ പീഡിപ്പിക്കാറില്ല, പറയാനില്ല, നിങ്ങൾ ജീവിക്കുക, മരിക്കുക, നിസ്കരിക്കുക, നോമ്പോൽക്ക് എന്തേ ചെയ്തു. കഴിഞ്ഞില്ലേ? പോക്സോ ഉണ്ട്, പോക്സോ പറഞ്ഞു പീഡിപ്പിക്കുക. അനങ്ങിയ പോക്സോ. ഇന്നലെ മദ്രസിൽ വരാനിരുന്ന ഒരു കുട്ടിയോട് ചോദിക്കുമ്പോ കുട്ടി പറയണത് അതെ പോക്സോ. അതൊന്നും ഉസ്താദ് ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ എന്ന് വരുന്നു അന്ന് ക്ലാസ് എടുത്തു തരിക. ഞങ്ങൾ എപ്പോ വരുന്നു? 8 മണിക്ക് വന്ന ക്ലാസ് എടുക്കാം, 8:10 പോകണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക. വേറൊന്നും ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ ഉസ്താദ്, നിങ്ങൾ ശിഷ്യൻ. അല്ല എന്തായാലും പറയുന്നത് വേറെന്താ? വേറെ അധികം പറഞ്ഞ പോക്സോ ഉണ്ട്, പോക്സോ. എത്ര വകുപ്പ്? 101, 110 വകുപ്പുണ്ട്. ഈ 110ന്റെ വകുപ്പ് പറയുന്നത് 4ാം ക്ലാസ്സിലെ കുട്ടിയാ. പിന്നെ ഏത് ഖൈറാ പഠിക്കുക, ഏത് ഖൈറാ പഠിപ്പിക്കുക, എന്ത് ഖൈറാ പഠിപ്പിക്കുക? സഹോദരങ്ങളെ, ഒരു നാട്ടിൽ 5ഉം 10ഉം കുടുംബങ്ങൾ ഒരുമിച്ച് ടൂറ് പോകാൻ എല്ലാവർക്കും കാണാൻ പറ്റും. അതിന് പ്രശ്നമൊന്നുമില്ല. പച്ച ഹറാം, തനിച്ച ഹറാമാണ് ചെയ്യുന്നത്. ഉംറക്ക് പോകണമെങ്കിൽ വരെ, സുന്നത്തായ ഉംറ നിർവഹിക്കണമെങ്കിൽ വരെ മഹ്റം കൂടെ ഉണ്ടാകണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. സുന്നത്തായ ഉംറ, ഒരു ഉംറ ഫർളായ ഉംറയാണ്. അതിന് വിശ്വസ്തരായ സഹോദരിമാര് കൂടെ മതി. ആരുമില്ലാതെ പോകാൻ പറ്റുമോ? പറ്റൂല. അതേ സമയത്ത് സുന്നത്തായ ഉംറക്ക് വേണ്ടി പോകുന്നുണ്ട്. ഒരു ഉംറ മാത്രമല്ലല്ലോ ഒരു പോക്കിന് ചെയ്യുന്നത്, 2ഉം 3ഉം 4ഉം 5ഉം ഉംറ ചെയ്യുന്നില്ലേ? കൂടെ മഹ്റം വേണം, അല്ലെങ്കിൽ സൗജ് വേണം. ഇതെവിടുന്നാ നിയമം? ഞാൻ ഉണ്ടാക്കിയതാണോ? അല്ല. ഈ നാട്ടിൽ ഏതെങ്കിലും ആലിമീങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണോ? അല്ല. ലോകൈക ഗുരു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഹജ്ജ് കഴിഞ്ഞ് എല്ലാവരും വാദി മുഹസ്സബിലെത്തുമ്പോ, മിനയിൽ ഒരു സ്ഥലമാണ് വാദി മുഹസ്സബ്. അവിടെയാണ് യാത്രക്കാരൊക്കെ അവസാനമായി ഒരുമിച്ച് കൂടാറുള്ളത്. അവിടുന്നാണ് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പിരിഞ്ഞു പോകുന്നത്. എല്ലാവരും വിദാഇന്റെ തവാഫും കഴിഞ്ഞ് വാദി മുഹസ്സബിൽ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, കൂടെയുള്ള പത്നിമാരൊക്കെ സെപ്പറേറ്റ് ആയി ഹജ്ജും ഉംറയും വേറെ വേറെ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ 2ഉം കൂടി ഒരുമിച്ചാണ് നിർവഹിച്ചത്. അതുകൊണ്ട് എനിക്കൊരു ഉംറ വേറെ തന്നെ ചെയ്യണം. അങ്ങ് സമ്മതിക്കുമോ? തിരിച്ച് മദീനയിലേക്ക് പോകാൻ ബാക്കിയുള്ള ഉമ്മമാരുടെ കൂടെ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ, സുന്നത്തായ ഒരു ഉംറയ്ക്ക് വേണ്ടി പോകാനാ ചോദിക്കുന്നത്. മക്ക നമ്മളെക്കാളും പരിചയമുള്ള മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിനാരും തൊടൂല, പീഡിപ്പിക്കൂല, വേദനിപ്പിക്കൂല, നോക്കിയിട്ട് കിന്നാരം നടത്തൂല. എന്നിട്ടും ആയിഷ ബീവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നു, സഹോദരൻ അബ്ദുറഹ്മാൻ
ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനെ സഹോദരന്റെ കൂടെ പോയിട്ട് ഉംറ നിർവഹിച്ചു വരൂ, ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് കാത്തിരിക്കാം, അവിടേക്ക് നിങ്ങൾ വന്നാൽ മതി. ഒറ്റക്ക് പറഞ്ഞു വിട്ടില്ല. അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെയാ വിട്ടത്. പോയിട്ട് ഉംറ നിർവഹിച്ച് തിരിച്ചു വരൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇഹ്റാം കെട്ടിയ സ്ഥലമല്ലേ തൻഈമിൽ, ഇന്നും മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. അവിടെ പള്ളിയുണ്ടല്ലോ, മസ്ജിദ് ആയിഷ എന്നൊരു പള്ളി. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഉംറയ്ക്ക് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ നമ്മളെക്കാളും കൂടുതൽ മക്ക പരിചയമുള്ള, മക്ക നിവാസികൾക്ക് എല്ലാവർക്കും അറിവുള്ള, ബഹുമാനത്തിന്റെ അങ്ങേയറ്റം നൽകിയിട്ട് പ്രൊട്ടക്ഷനും സുരക്ഷയും അവർ നൽകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഒറ്റക്ക് വിട്ടില്ല. ഉംറയാണ് ചെയ്യാൻ പോകുന്നത്, പിന്നെയാണ് സിയാറത്ത്, പിന്നെയാണ് ടൂറ്, പിന്നെയാണ് യാത്ര, ഹണിമൂണ്, പിന്നെയാണ് സൽക്കാരം. നിയമങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സ് വേണം. എന്നാ അശ്രദ്ധ നീങ്ങും, ഗഫലത്ത് നീങ്ങും. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്ഥിതി വേണം. അതെത്ര അള്ളാഹു നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിലും അള്ളാഹിന്റെ ദീനിന്റെ നിയമങ്ങൾ വിട്ടൊരു കളി പാടില്ല. ആ നിയമങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോഴാണ് ഒരു ബോധമുള്ള ആത്മീയ രംഗത്ത് നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ആളെന്ന് പറയാൻ പറ്റുക. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. നിങ്ങൾ നോക്ക്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഹോദരന്റെ കൂടെയല്ലേ ഉംറക്ക് പോയത്, തിരിച്ചു വരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുന്ന സഹോദരിമാരോട് പറയട്ടെ, ഉംറക്ക് കൊണ്ടുപോകുന്ന ഉസ്താദ് മതിയോ? പോരാ. ആ ഉസ്താദ് നിങ്ങളെ മെഹറമാണെങ്കിൽ പറ്റും, വിവാഹബന്ധം നിഷിദ്ധമായ ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അതല്ല, ഉസ്താദ് നിങ്ങളെ ഭർത്താവാണെങ്കിൽ പറ്റും, നിങ്ങളെ ബാപ്പയോ സഹോദരനോ ആണെങ്കിൽ പറ്റും. നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത അജ്നബിയായ ഒരു ഉസ്താദാണ്. നിങ്ങൾ കൂട്ടത്തിൽ കുറെ സഹോദരിമാരുണ്ട്. ഫർളായ ഉംറ നിർവഹിക്കാൻ അത് മതി, സുന്നത്തായ ഉംറ നിർവഹിക്കാൻ അത് പോരാ. ഒരു ഉംറയ്ക്ക് വേണ്ടി തന്നെ ഇത്തരത്തിലൊരു നിയമം വിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ടെങ്കിൽ, എന്റെ ഉപ്പമാരെ, ഉമ്മമാരെ, ന്യൂ ജനറേഷനിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളൊരു സംഗതി ചെയ്യുന്നതിന്റെ മുമ്പ് വിവരമുള്ള ആളുകളോട് അന്വേഷിക്കണം. ഞങ്ങൾ 5 ആളുകൾ ഇപ്പൊ പ്രവാസികൾ നാട്ടിലേക്ക് വന്നതാണ്. 5 ആളുകളും ഫാമിലിയൊത്ത് നല്ല ഒരു കാരവൻ ബസ് വിളിച്ച്, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് AC ബസ് വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുണ്ട്. വല്ല കുഴപ്പവുമുണ്ടോ? അതിലുള്ള മറ്റൊരു പെണ്ണിനെ കാണാതെ എങ്ങനെയാണ് പോകുന്നത്? ഒരുമിച്ച് കൂടാതെ എങ്ങനെയാ പോകുന്നത്? കണ്ടു എന്ന് മാത്രമല്ല, ഒരുമിച്ച് കൂടി എന്ന് മാത്രമല്ല, അന്യോന്യം കൈ സ്പർശിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന എന്റെ ഭാര്യ അപ്പുറത്ത് നിൽക്കുന്ന ആണിന് കൈ കൊടുക്കുന്നു. എന്നിട്ട് വട്ടമായി കുട്ടികൾ വട്ടക്കളി കളിക്കും പോലെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഒപ്പം ഇരുന്നു കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും മുഖാമുഖം നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് വിടുമ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ കൈകഴിച്ചു പോയി, വ്യഭിചരിച്ചു പോയി, കാറ്റിൽ പറത്തിപ്പോയി. അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ രൂപത്തിലൊരു യാത്രയോ സഹോദരങ്ങളെ? അങ്ങനെ ഒരു യാത്ര ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ വഴിക്ക് പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ പറയുമ്പോ അനുസരിക്കാനുള്ള ഒരു മനസ്ഥിതിയില്ലേ? അശ്രദ്ധ മാറിയിട്ടുള്ള മനസ്സാണത്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണോ? അവിടെ നിൽക്കാനുള്ള കഴിവാണ് ഏറ്റവും വലിയ കഴിവ്. ആഖിറത്തിലെത്തുമ്പോ ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി നടന്ന ആളോട് മലക്ക് പറയുന്നത്, ഫബസറുകൽ യൗമ ഹദീദ്, നിന്റെ കണ്ണിന് ഇന്ന് നല്ല മൂർച്ചയുണ്ടല്ലോ, ഒന്ന് നോക്കിക്കോളൂ. ഈ യാഥാർത്ഥ്യങ്ങളെ പറ്റി മുമ്പ് പറഞ്ഞില്ലേ? ദുനിയാവില് കർമ്മരംഗത്ത് കുഴപ്പം ബാധിച്ച ആളുകള് വിയർപ്പിൽ മുങ്ങുന്നത് കണ്ടോ?